മിഷൻ വണ്ടർഫിയുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് മിഷൻ വണ്ടർഫി. അപ്പോൾ ഞങ്ങൾ പേരാമ്പ്രത്ത് തന്നെ ഉള്ളത് രണ്ടാമത്തെ ദിവസമാണ്. ഞായറാഴ്ച യൂണിഫോം എടുത്തിട്ടില്ല, പക്ഷേ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു വർക്കിലായിരുന്നു. അതിനിടയ്ക്ക് കുഞ്ഞൊരു പണി, നമ്മളെ സൈക്കിളിൻ്റെ ഒരു വീലിലെ ഫ്രണ്ട് വീലിലെ ഒരു വീലിലൊക്കെ ഒന്ന് പൊട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി റെഡിയാക്കി. നമ്മളെ റൈഡിൻ്റെ ഒരു ഭാഗമാണത്. അതെ, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കൊണ്ടേയിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. ഇവിടുന്ന് ഇനിയിപ്പോൾ ഇന്ന് രാത്രി ആകുമ്പത്തേനും പോകുമല്ലേ? ഇന്നിപ്പോൾ ഞങ്ങളിപ്പം ഇവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഞങ്ങളെല്ലാ ഏരിയയിൽ വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അതെ, പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. കാരണം ഇന്ന് ഞങ്ങൾ പേരാമ്പ്ര എത്തിയ സമയത്ത് ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടി മൊത്തം അവിടെ ബസ് സ്റ്റാൻഡിൽ പണിയെടുക്കുന്നതുകൊണ്ട് ഫുള്ള് റോഡ് കൺജസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് റോഡൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മളെ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കിൽ കുറച്ച് റൈഡിങ് കാര്യങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതെ. അപ്പോൾ ഇവിടെ വരാം. അപ്പോൾ ഈ കാണുന്ന കൂരാശുണ്ട് ഓട്ടപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ. ഇത് നമ്മളെ കൂടെ 46 വയസ്സുള്ളൊരു മാഷുണ്ട്. ആ മാഷിന്റെ ജില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ഓട്ടപ്പാലം. അപ്പോൾ അടിപൊളി സ്ഥലം. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി. മാഷിന്റെ വീടിന്റെ തൊട്ട് മുകളിലാണ് ഈ സ്ഥലം. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. സംഗതിയൊക്കെ നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ പറയുക, എന്തായാലും 46 വയസ്സെന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇവിടെ നമ്മുടെ സവിശേഷതകളാണ്, എന്റെ വയസ്സിന്റെ എല്ലാം പറയുന്നത്. പക്ഷെ മാഷ ഒരു കാര്യം കണ്ടോ, നമ്മൾ ഓരോ വീടിന്റെ ഓരോ ഭംഗി ഓരോ സ്ഥലം എടുക്കുമ്പോഴും നല്ല അടിപൊളി വ്യൂ അല്ലേ, വേറെ ഏതോ ഒരു സ്ഥലങ്ങളും അല്ലേ അല്ലേ? കോഴിക്കോടുള്ള സ്ഥലമാണെന്ന് മനസ്സിലാവില്ല. നമ്മുടെ സ്ഥലത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്. അതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്താണെങ്കിലും. പിന്നെ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മീൻ പിടിക്കാനൊക്കെ ഇഷ്ടം പോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് തോണിയൊക്കെ ഉണ്ടായിരുന്നു. അതെ, അതിനിടയ്ക്ക് തള്ളു. പിന്നെ ഇതിന് അക്കരെ കാടല്ലേ പക്ഷെ അക്കരെ ഇതിന്റെ നേരെ കാണുന്നില്ലേ, നല്ല കാടാണ്. ആന എല്ലാം ഉണ്ട്. കീരി, പാമ്പ്, ആന, പുലി ഉണ്ടോ? സത്യം പറയട്ടെ.
അങ്ങനെ മാന്, എന്ത് തള്ളതാണ്. കാട്ടുപോത്ത്, കാട്ടുപോത്തൊക്കെ ഉണ്ട്, കാട്ടുപോത്തുണ്ട്, മാനുണ്ട്, ആനയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ന്യൂസിൽ വന്നിട്ട് ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ. അതാണ് ആന അവിടെ കാണുന്നില്ല. അടിപൊളി അടിപൊളി സ്ഥലമല്ലേ ഇത്. നമ്മള് വീഡിയോയിൽ എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, പക്ക ആ കാണുന്ന കാഴ്ചയാണിത്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ സൂപ്പർ സ്ഥലമാണ്. ആ ഭാഗങ്ങളിലൊക്കെ പോകുന്നവരുന്ന്. അങ്ങനെ ഞങ്ങള് നമ്മുടെ പേരാമ്പ്രെല്ലാം വർക്ക് ചെയ്തില്ല. പക്ഷേ അതെ, ഇന്നും മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ള് വർക്ക് ചെയ്യാൻ പറ്റി. മാർക്കറ്റ് റോഡും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തു. പെട്രോൾ പമ്പ് മൂലം വെള്ളക്കെല്ലാം വർക്ക് ചെയ്തു. ആർ ടി ഓഫീസിലൊക്കെ പോയി. അങ്ങനെ ഞങ്ങളിതാ ഒരു ഇപ്പോൾ സമയത്ത് 9:30 ഞങ്ങളിതാ പെട്രോൾ പമ്പിൽ വന്നു. വണ്ടി ഇവിടെ സൈഡാക്കി. ഇവിടെ കുളിക്കാനും കാര്യങ്ങളൊക്കെയുള്ള സൗകര്യമൊക്കെ ഇവർ ഒരുക്കി തന്നു. ഇവിടുത്തെ ഇന്ത്യൻ ഓയിലാണ് അല്ലേ. അപ്പോൾ മറ്റൊരു വിശേഷം കൂടിയുണ്ട്. മാഷിൻ്റെ വീട് ഇവിടെ അടുത്താണെന്ന് അറിയാലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇന്നിതാ വൈകുന്നേരം അവർ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുക. അത് അടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. നല്ല ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണി, കൂടെ ബീഫ് കറിയും എല്ലാം ഉണ്ട്. അത് ഇതിന്റെ അളവ് എത്ര ഉണ്ടെന്ന് വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. 3 ആൾക്ക് കഴിക്കാനുള്ള സാധനമുണ്ട്. 3 പേർക്ക് കഴിക്കാനുള്ള സാധനമുണ്ട്. 2 പേരും കൂടി അടിക്കുന്നത്. ഒരു മാസമായിട്ട് ഇച്ചിരി ക്ഷീണമല്ലായിരുന്നു. ഇനിയുള്ള മാസങ്ങളെല്ലാം ദിവസങ്ങളെല്ലാം നല്ല ഫുഡ് അടിക്കട്ടെ. അപ്പൊ ഇവിടെ എത്തിച്ചെന്ന അച്ഛന് അമ്മയ്ക്കും പ്രത്യേകം നന്ദി തന്നു. അച്ഛാ ഒരു വലിയൊരു താങ്ക്സ്. ഉണ്ടാക്കിയ അമ്മയ്ക്കും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് ഇതിനകത്ത് തന്നെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതും കൂടെ കാണിക്കാമല്ലോ പക്ഷേ. ഓക്കെ, നമ്മുടെ ഉറക്കം കൂടെ ഞങ്ങൾ കാണിച്ചു. ഞങ്ങൾ എങ്ങനെയാണ് കിടക്കുന്ന ആരും ഇതുവരെ കണ്ടിട്ടില്ല. അതെ, അതും കൂടെ ഞങ്ങൾ കാണിച്ചു. ഓക്കെ, നമ്മളെ വണ്ടിയുടെ ഉള്ളിൽ കിടക്കുന്നതെന്നൊക്കെ കാണണ്ടേ. ഇതുവരെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കും കണ്ടിട്ടില്ല, ആരും മനസ്സിലായില്ല നമ്മൾ എങ്ങനെയാണ് ഇതിനുള്ളിൽ കിടക്കുന്നതെന്ന്. ഇല്ല മാഷേ? അപ്പോൾ എന്തായാലും നമ്മുടെ മാഷ് കടന്നു കാണിക്കും, കൂടെ ഞാനും കിടക്കും. അല്ല, നമ്മളൊന്നിച്ച് കിടക്കും. അതെ. അപ്പോൾ ഇയാളുടെ കൂടെ അല്ല, ഇത് അങ്ങനല്ല, സോറി. അപ്പോൾ ശ്രോതാക്കളെ, എന്താണെങ്കിലും എല്ലാവർക്കും ഞങ്ങൾ ഇതാ കിടക്കാൻ പോകുന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ മാഷേ ബെഡ് വിരിക്കൂ. അതെ, മാഷ് അപ്പുറത്ത് പോയിട്ട് ബെഡ് വിരിക്കുന്നതാണോ നല്ലത്? യെസ്. ഇതാണ് നമ്മുടെ 2 സൈക്കിള്. അതിൻ്റെ ഉള്ളും കാര്യങ്ങളും എന്താ കിടപ്പല്ലേ, വണ്ടീൻ്റെ കിടപ്പ്. ഒരു മിനി കുഞ്ഞ് ബസ് അല്ലേ. കളി തുടങ്ങാൻ വേണ്ടി പോവാണേ. മിനി കുഞ്ഞ് ബസ്, സ്കൂൾ ബസ്സല്ലേ. അപ്പോൾ എന്തായാലും മാഷ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് അതെ, അതെന്താ സാധനം എന്നറിയോ? ഇതാണ് നമ്മളെ റാഡ്. ഈ റാഡിലാണ് നമ്മുടെ ബെഡ് നിൽക്കുന്നത്. ഇതിങ്ങനെ 2 ഹോൾസിലും അങ്ങ് ഇട്ടിട്ട് അവിടെ ഫിക്സ് ആക്കി വെക്കും. അതങ്ങനെ ഇനി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനം ഇതാണ് നമ്മുടെ ബെഡ്. ഇതിങ്ങനെ പൊന്തി ഇങ്ങനെ വന്നങ്ങ് നിന്നാൽ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ 2 ലെയർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മളെ നല്ല ടൈലും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒതുക്കും നമ്മൾ രാത്രി കിടക്കുമ്പോൾ. അതെ, ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും കിടക്കുന്നത്. കയ്യും കാലൊക്കെ വിശാലമായിട്ട് വെക്കാം. പിന്നെ ഇത് നമ്മുടെ ലഗേജ് ബോക്സ്. അത് മാഷേ ആ ലഗേജ് ബോക്സും തുറന്നു മാഷേ. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാതെ ഷട്ടർ വെക്കാം. ഇതൊക്കെ നമ്മൾ കൈപ്പണിയാട്ടോ. ഇതാ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറ സൈഡിലും അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗ്യാസിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ അതായിരിക്കുന്നു. എല്ലാ സാധനവും ഉണ്ട്. പെർഫ്യൂമും ഉണ്ട് കേട്ടോ. 2-3 ദിവസം കൂടുമ്പോഴല്ലേ ഇലക്കലുള്ളൂ. അതുകൊണ്ട് അല്ല, അത് പറയണ്ടല്ലോ വീട്ടിൽ. അത് ശരി, അത് പറയണ്ട. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇത് സ്ലീപ്പിംഗ് ബാഗാണ് ഞാൻ ഉപയോഗിക്കുന്നതാണ്. എനിക്ക് തണുപ്പിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും സ്ലീപ്പിംഗ് ബാഗിലാണ് കിടക്കുക എന്ന് മാഷ് പറയാറുണ്ട്. അപ്പോൾ മാഷേ, നിങ്ങൾ കിടക്കുന്ന കാണിക്ക്. ലൈറ്റ് ഇരുന്നോട്ടെ. ലൈറ്റ് അല്ലേ നല്ലത്. അപ്പോൾ മാഷിൻ്റെ ഒരു തലവേണയൊക്കെ ഉണ്ട് കേട്ടോ. തലവേണയും കാര്യങ്ങളൊക്കെ ഉണ്ട് മാഷിന്. മാഷ എവിടെ അത്? അതാണ് മാഷ. അവിടെ തലവേണയും കാര്യങ്ങളൊക്കെ ഇട്ട് നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കും. ഇനിയിപ്പോൾ ഞാനും കൂടെ കയറട്ടെ. അപ്പം തന്ത കയറാൻ പോവാണ്. എടാ 46 വയസ്സുള്ള കിളവാ അതെന്നെ കഴിക്കാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കയറും. ഇതങ്ങ് അടച്ചേക്കാം. അതെ, ഡോറടക്കിട്ടോ. ഡോറൊക്കെ അടച്ച് ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല തണുപ്പാ. നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല തണുക്കുക. ഇങ്ങനെ അങ്ങ് കിടക്കും ഇവിടെ. ഒരാൾ അങ്ങനെ ഒരാളിങ്ങനെ.
ശരിക്കും നല്ല സുഖം. നല്ല സുഖതാ. ഈ കൈയൊക്കെ ഇങ്ങനെ നീണ്ടു നിർത്തി വെക്കാം, സുഖമായിട്ട് ഇങ്ങനെ കിടക്കാം. സ്വപ്നം കണ്ട് മാനം നോക്കി, മാനല്ല റൂഫ് നോക്കി കിടക്കാം, റൂഫ് നോക്കി ഇങ്ങനെ കിടക്കാം. ലൈറ്റൊക്കെ നമ്മൾ ഓഫ് ആക്കൂട്ടോ, നമുക്ക് ലൈറ്റ് ഇഷ്ടമല്ല. ലൈറ്റ് ഓഫ് ആക്കിയാലോ? ലൈറ്റ് ഓഫ് ആക്കാല്ലേ? അതിങ്ങനെ കാലം കൊണ്ട് എന്നെ ഓഫ് ആക്കാതെ, അതാണ് അതിന്റെ സിസ്റ്റം. അപ്പൊ ഇങ്ങനെ സുഖമായിട്ട് കിടന്നു തുടങ്ങാം. ഓക്കെ മാഷേ, ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ് പറയട്ടെ. ഓക്കെ ബൈ. ഓക്കെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.